ജെയിൻ തുടരുന്നുണ്ട്. ജെയിൻ തുടക്കം മുതലേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു പരിശോധനയും തിരച്ചിലും ഒക്കെ ആയിരുന്നു. ഇനി വെളിച്ചം വീണാൽ നമുക്കറിയാം ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അവരെ മാറ്റിയത് എത്രത്തോളം നന്നായി എന്നുള്ളതൊക്കെ വെളിച്ചം വീണാലല്ലേ നമുക്ക് മനസ്സിലാകൂ അല്ലേ? തീർച്ചയായിട്ടും ഈ മേഖലയിൽ എത്രത്തോളം അപകടത്തിന്റെ വ്യാപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകാൻ കഴിയൂ. നമുക്കിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്കൊന്ന് പോകാം. കാരണം ആ വീടിന്റെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എത്രത്തോളം ആഴത്തിൽ നിന്നാണ് ഇവരെ പുറത്തേക്ക് എടുത്തത് എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകും. നമ്മൾ അതിന്റെ സമീപത്തേക്ക് എത്തുകയാണ്. ഈ കാണുന്ന ഈ ഇതിന്റെ അകത്തു നിന്നാണ് സന്ധ്യയും അതോടൊപ്പം തന്നെ ബിജുവിനെയും പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് വീട് എന്ന് പറയുന്ന മേൽക്കൂര മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പുറത്തേക്ക് എടുത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിന്റെ അകത്തു നിന്നാണ്, അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഇടയിൽ നിന്നാണ് ഇവർ കുടുങ്ങിക്കിടന്നിരുന്നത്. വലിയ കോൺക്രീറ്റ് ബീമുകളുണ്ട്, അതോടൊപ്പം തന്നെ ചുമരിന്റെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗങ്ങൾക്കിടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു ഇവരുണ്ടായിരുന്നത്, ഈ രണ്ടുപേരും ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ സന്ധ്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ബിജുവിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരാളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 6-7 മണിക്കൂർ ഈ രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ കെട്ടിടത്തിന്റെ അടിവശം, ആ കെട്ടിടത്തിന്റെ മേൽക്കൂര മാത്രമാണുള്ളത്. അതിന്റെ അടിവശം എന്ന് പറയുന്നത് പൂർണ്ണമായും മണ്ണ് നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. വീടിന്റെ ചുമരുകളെല്ലാം തകർന്നു പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ആണ് എന്ന് തന്നെ പറയാം. ഈ കട്ടിലിന്റെയും അലമാരിയുടെയും ഇടയിൽ ആണ് ഇവർ കുടുങ്ങിക്കിടന്നിരുന്നത്. വീടിന്റെ മേൽക്കൂരയും അതിന്റെ തറയും തമ്മിൽ അധികം നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ വലിയ രീതിയിൽ മണ്ണ് അടിഞ്ഞു വന്ന് കൂടിയിട്ടുണ്ട്. JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തതിനു ശേഷമാണ് അതിന്റെ ഇടയിൽ നിന്ന് ബിജുവിനെ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി മനസ്സിലാകുന്നുണ്ട്. ഇത്രയും കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനെ ജീവനോടെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. ജെയിൻ പറഞ്ഞതുപോലെ വലിയൊരു അത്ഭുതം തന്നെ തോന്നുകയാണ് കാണുമ്പോൾ. കാരണം ഇത്രയും വലിയ ഭാരമുള്ള വസ്തുക്കളാണ് ശരീരത്തിന് മുകളിൽ കിടന്നത്.